നമസ്കാരം. മാർക്സിയൻ ആശയ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിമർശനങ്ങളും വിയോജിപ്പുകളും തുറന്നു പറയാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ലാത്ത മാർക്സിസ്റ്റ് നേതാവാണ് ശ്രീ ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും എന്നും ശ്രീ ജി സുധാകരൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തെക്കുറിച്ചും പാർട്ടിയുടെ നയനിലപാടുകളെയും വിലയിരുത്തും ശ്രീ ജി സുധാകരൻ ഈ അഭിമുഖത്തിൽ. സഖാവേ, വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു. എല്ലാ കാലത്തും കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വിയോജിപ്പുകളോ കാഴ്ചപ്പാടുകളും ഒക്കെ തുറന്നു പറയാൻ താങ്കൾ എല്ലാ കാലത്തും ധൈര്യം കാണിച്ചിട്ടുണ്ട്. താങ്കൾ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 7.5 വർഷമായി പിണറായി വിജയൻ സർക്കാർ. താങ്കൾ ഒരു അഭിപ്രായം ഇതിനു മുൻപ് പറഞ്ഞത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും നല്ല കാലം ഉണ്ടായിരുന്നത് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ കാര്യമായി നടന്നു. ആ മന്ത്രിസഭയിൽ താങ്കളും അംഗമായിരുന്നു. ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, കേരളത്തിലെ പാർട്ടിയുടെ പോക്കിനെ താങ്കൾ എങ്ങനെയാണ് ശ്രീ ജി സുധാകരൻ കാണുന്നത്? ഈ ഗവൺമെൻറ്റിനെയും, അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ രണ്ടാമത്തെ ടേമിനെയും ആദ്യത്തെ ടേമിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി ഞാനൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ താരതമ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ആദ്യത്തെ 5 വർഷം അത് കേരളത്തിലെ സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ ഭരണത്തിലൊരു ഐതിഹാസികമായ കാലം തന്നെയായിരുന്നു. ഉണ്ടായ നേട്ടങ്ങളൊക്കെ നമ്മുടെ വാക്കുകൾക്കപ്പുറം ഭാവിയിലേക്ക് തന്നെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന നേട്ടങ്ങളാണ് ഉണ്ടായത്. ആ നേട്ടങ്ങളുടെ ബലത്തിലാണ് ഈ ഗവൺമെൻറ് വന്നത്. അത് പാർട്ടി രേഖ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ താങ്കൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും മികച്ച ഗവൺമെൻറ് സർക്കാർ എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ സർക്കാരാണ്. ഒന്നാം പിണറായി സർക്കാരിന് അടിത്തറ പാകിയത് പോലും VS സർക്കാരാണ്. അപ്പോൾ VS സർക്കാരിൻ്റെ ഭാഗമായിരുന്നു താങ്കൾ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും ഭാഗമായിരുന്നു. ഈ 2 മന്ത്രിസഭയുടെയും ഭാഗമായിരിക്കുകയും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത ആളാണ് ശ്രീ ജി സുധാകരൻ. പൊതുസമൂഹത്തിന് അറിയാം. അങ്ങനെയുള്ള താങ്കൾ ഈ സർക്കാരിൻ്റെ 2.5 വർഷത്തെ പ്രവർത്തനത്തെ അതേ മെറിറ്റിലാണോ വിലയിരുത്തുന്നത്? VS ഗവൺമെൻറ് കേരളം കണ്ട ഏറ്റവും മികച്ച ഗവൺമെൻറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. വികസന കാര്യത്തിൽ, അതെ, സമഗ്ര വികസനത്തിൽ ഏറ്റവും മികച്ചതാണ്. ഇപ്പോൾ ഒന്നാം EMS ഗവൺമെൻറ് കാലത്ത് കുറച്ച് വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. രണ്ടാം EMS ഗവൺമെൻറ് വന്നപ്പോഴാണ് ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും കുടികിടപ്പും കൊടുത്തത്. സാധാരണക്കാരൻ്റെ ഒരു വികസനമാണത്. അതുപോലെ 67 ഈ മാവൂർ ഗ്വാളിയോർ അയോൺസൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ വൻകിട ഇവിടെ കോമണബിൾ സ്പിന്നിങ്ങുമില്ലേ, അങ്ങനെ കുറച്ച് വൻകിട വ്യവസായങ്ങൾ, പക്ഷേ വ്യാപകമായിട്ടില്ല. റോഡ് നിർമ്മാണമൊന്നും ടേക്കപ്പ് ചെയ്തിട്ടേ ഇല്ല. പാലം അതൊക്കെ സാധാരണഗതിയിൽ 5 വർഷത്തിൽ ഒരിക്കൽ 10 25 പാലം പണിയും. അന്നല്ല വേറൊന്നും ഉണ്ടായില്ല. ഇതല്ല. ഇവിടെ VS ഗവൺമെൻറ് കാലത്ത് കുറച്ചുകൂടി വികസനത്തിൻ്റെ കാഴ്ചപ്പാട് ഉയർന്നു വന്നു. ഇപ്പോൾ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് വികസനം മാത്രമാണ് നയം, വേറൊന്നുമില്ല. അപ്പോൾ എല്ലാ വകുപ്പുകളിലും വികസനം നടന്നു. ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് PWDയിലെയാണ്, പിന്നെ ഹോസ്പിറ്റലുകളിലെയാണ്, സ്കൂളുകൾ പണിയുമ്പോഴാണ്. വികസനപരമായ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റു വകുപ്പുകളിലും വികസനങ്ങൾ ആ വകുപ്പിൻ്റെ രീതി അനുസരിച്ച് നടന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ നടന്നതെന്നാണ്. അല്ല ഏറ്റവും മികച്ച ഗവൺമെൻറ് VS ഗവൺമെൻറ് ആണെന്നല്ല, പക്ഷേ അതൊരു ഒരു ഒരു വരും കാലത്തേക്ക് ഇടതുപക്ഷത്തിന് വലിയൊരു മുതൽക്കൂട്ട് നൽകിയ ഒരു ഗവൺമെൻറ് തന്നെയായിരുന്നു. ഞാനത് ചോദിക്കാൻ കാര്യം, ആലപ്പുഴയിൽ 2 പാലങ്ങളുടെ ഉദ്ഘാടനം നടന്ന സമയത്ത് താങ്കൾ പറഞ്ഞു, ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് തന്നെ താങ്കളുടെ കാലത്ത് നടത്തിയിരുന്ന പല വികസന പ്രവർത്തനങ്ങളെയും കുറിച്ച് എവിടെയും പറയുന്നില്ല. അതായത് അത് വികസന ചരിത്രത്തെ റദ്ദാക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഒരു തരത്തിൽ താങ്കൾ ഏതോ തരത്തിൽ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലായിരുന്നു ആ പ്രതികരണങ്ങൾ വന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതായത് അതിനൊരു തുടർച്ചയാണിത് എന്ന് പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അതിൻ്റെ തുടർച്ചയാണ് ഇത്. അതിൻ്റെ പേരിലാണ്, അതിൻ്റെ നേട്ടങ്ങളുടെ പേരിലാണ് ഇത് വന്നതെന്ന് പാർട്ടി രേഖയിലുണ്ട്. LDFിൻ്റെയും പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് വിശകലന രേഖയിലുണ്ടല്ലോ. ചീഫ് മിനിസ്റ്റർ പലപ്പോഴും അത് പറയാറുമുണ്ട്. പക്ഷേ ഓരോ പ്രോജക്റ്റും അതിനു മുമ്പുള്ള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ ഒരു വലിയ ഘട്ടം വരെ മുന്നോട്ട് കൊണ്ടുപോയത്, ഈ അടുത്ത ഗവൺമെൻറ് കാലത്ത് അത് പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും ഉദ്ഘാടനം എന്ന് പറഞ്ഞിരിക്കണം. എന്ന് മാത്രമല്ല, PWDയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു റിപ്പോർട്ട് വായിക്കും എഞ്ചിനീയർ. ആ റിപ്പോർട്ടിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കണം. എന്നത് തുടങ്ങി, എന്തായിരുന്നു അടങ്കൽ, ഇതെല്ലാം പറഞ്ഞിരിക്കണം. പലയിടത്തും പറയുന്നില്ല. അത് മുൻപില്ലാത്തൊരു രീതിയാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, അത് തിരുത്തണം, അത്രേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ആളുകൾ വ്യക്തിപരമായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ആ ഇഷ്യൂ ഒന്നുമല്ല പറയുന്നത്. ഇതൊക്കെ ഒരു കീഴ്വഴക്കൽ എങ്ങനെയാണ്. എല്ലായിടത്തും അങ്ങനെ ആയെന്നല്ല, ചിലയിടത്ത് അങ്ങനെ ആവുന്നുണ്ട്. അങ്ങനെ പാടില്ല. ഇതൊക്കെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം അതനുസരിച്ച് തന്നെ പോകണം. കാരണം മുൻപുള്ള ചരിത്രം പറയാതെ ഇന്നുള്ളൊരു പ്രവർത്തിച്ചാൽ നാളെ ഇവിടെ ചരിത്രമായി പറയും. അപ്പോൾ അതല്ലല്ലോ, ചരിത്രം കണ്ടിന്യൂസ് അല്ലേ. അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയുമല്ല. അത് കമ്മ്യൂണിസ്റ്റ് എന്ന് മാത്രമല്ല, ചരിത്ര രീതിയല്ല.
അത് ചൂണ്ടിക്കാണിക്കണം നമ്മുടെ ജോലിയാണ്. അത് ചൂണ്ടിക്കാണുന്നത് ഏതെങ്കിലും ഒരാളെ പറ്റിയോ സിസ്റ്റം അല്ല. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നം. അതൊന്നും അല്ല. പക്ഷേ ഞാനത് ചോദിക്കാൻ കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടന സമയത്തും താങ്കൾ പറഞ്ഞു, ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച എന്റെ പേര് പറഞ്ഞില്ല, ശൈലജ ടീച്ചറെങ്കിലും നിങ്ങൾക്ക് വിളിക്കാമായിരുന്നില്ലേ എന്ന്. എന്തിനാണ് സഖാവ് അങ്ങനെ പറയാൻ ഇടയായ ഒരു സാഹചര്യം? അതായത് എന്നോട് ടീച്ചറെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കളെ പറ്റിയിട്ട് ഒരു പരാമർശം അല്ലെങ്കിൽ ഒന്നും നടത്തിയതുമില്ല. ഇല്ല, എന്നെ പറ്റി പരാമർശം നടത്തിയില്ല ഞാൻ ഒരിടത്തും പറയാറില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 700 കോടി രൂപ അവിടെ അനുവദിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്ന് പ്രോജക്റ്റുകൾ ഒന്നാണെന്നാണ് പറഞ്ഞത്. അല്ല, ആ പ്രോജക്റ്റ് ഒന്നും കാണത്തില്ല. അതാണ് പറഞ്ഞത്. അത് ഉദ്ഘാടന സമയത്ത് ആ ഹിസ്റ്ററി അവിടുത്തെ എഞ്ചിനീയർ വായിക്കേണ്ടതാണ്. അത് പണിഞ്ഞ PWD വകുപ്പാണ് അത് പണിഞ്ഞത്. അവർ വായിക്കണം. അവരിതുകൊണ്ട് വായിക്കുന്നില്ല. അവരാണത് വായിക്കണം. ആ റിപ്പോർട്ടിലത് കാണും. സ്വാഭാവികമായിട്ടും ഉദ്ഘാടനം ചെയ്യുന്ന ആൾ പറയും. അവർ ചിലയിടത്ത് പറയുന്നില്ല. ആര് പറയാതിരുന്നുള്ളതല്ല, പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. അതും ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, നമ്മുടേതും ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇത് തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. അപ്പോൾ അതിലൊക്കെയുള്ള അറിവ് കുറവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവ് കുറവും ഓരോ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമൊക്കെ അതിനകത്ത് വരും. നമ്മളത് ശത്രുതാപരമല്ലാതെയും വൈരാഗ്യമല്ലാതെയും ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് അത് അവർക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. ഈ കഴിഞ്ഞ സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ താങ്കൾ ഉണ്ടായിരുന്നില്ല, താങ്കളില്ല ഈ മന്ത്രിസഭയിൽ, കെ ശൈലജയില്ല, ഡോക്ടർ TM തോമസ് ഐസക് ഇല്ല, നിങ്ങളൊന്നുമില്ലാത്ത പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു മന്ത്രിസഭയായിരുന്നു ഈ വന്നത്. ഈ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ താങ്കൾ ഇത്രയും പരിചയസമ്പന്നനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ കാണുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനടക്കമുള്ളവർ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചാണല്ലോ ഈ 2 ടേം തുടർച്ചയായിട്ട് ജയിച്ചു വന്നവർ മത്സരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു തവണ മന്ത്രിമാരായവൾ ഇനി മന്ത്രിമാരാകേണ്ടതില്ല. ഈ 2 തീരുമാനമാണ് എടുത്തത്. അപ്പോൾ തുടർച്ചയായിട്ട് 2 തവണ മത്സരിച്ച് ജയിച്ചു വന്നവരുടെ പട്ടിക ഞങ്ങളൊക്കെ വന്നു. അതെ, ഒരു തവണ മന്ത്രിമാരായവൾ വീണ്ടും മന്ത്രിമാരാവേണ്ടതില്ല എന്ന പട്ടികയിലാണ് ശൈലജ പെട്ടത്. ശൈലജ മൊയ്തീനും ഒക്കെ പെട്ടത് ആ പട്ടികയിലാണ്. പാർട്ടി തീരുമാനമാണ്, ഞങ്ങളെല്ലാവരും അംഗീകരിച്ചതാണ്. ആരും അതിനെതിര് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേപ്പറ്റി ഒരു ഖേദപ്രകടനത്തിനോ തിരിഞ്ഞു നോക്കാനുള്ള ആവശ്യമില്ല. ഇനി ഏതെങ്കിലും കാലത്ത് അത് തിരുത്തുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് തിരുത്താം, നമുക്ക് തിരുത്താൻ പറ്റില്ല. അതേപ്പറ്റി നമ്മൾ പറയുകയല്ല, ഇപ്പോൾ അതേപ്പറ്റി ആലോചിക്കുന്നുമില്ല. അല്ലെ, പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് അത് വേറെ കാര്യം. സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ അതൊക്കെ ഓരോ കാലത്തെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. വളരെ സീനിയേഴ്സൊന്നും വേണ്ട, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാം, അവർ പ്രവർത്തിച്ച് വരട്ടെ. ഞങ്ങളുമൊക്കെ പുതുതായിട്ട് വന്നല്ലയോ മന്ത്രിമാരായത്. ഞാൻ 2006 മന്ത്രിയാകുമ്പോൾ ഞാനതിന് മുമ്പ് മന്ത്രിയായിട്ടില്ലല്ലോ. വേറെ യൂണിവേഴ്സിറ്റിയിലും പാർട്ടി ജില്ലാ സെക്രട്ടറിയായിട്ടൊക്കെ ഭരണപരമായ കാര്യങ്ങൾ പലതരത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ വന്നൊരു പുതുമുഖമായിരുന്നു. അതുപോലെ ഞങ്ങളൊക്കെ മിക്കവാറും പുതുമുഖമാണ്. ബാലൻ അതിന് മുമ്പ് മന്ത്രിയായിട്ടില്ല, ഐസക് അതിന് മുമ്പ് മന്ത്രിയായി. 2006 മുമ്പ് എവിടെയാണ് മന്ത്രിയായത്? ആരും മന്ത്രിയായിട്ടില്ലല്ലോ. പിന്നെ 2014 വീണ്ടും മിനിസ്റ്റേഴ്സായി പിണറായിയോടൊപ്പം. ഞങ്ങൾ പെർഫോം ചെയ്തു, ഞാനും പെർഫോം ചെയ്തു. എനിക്ക് മാറി മാറി വകുപ്പുകൾ കിട്ടി. സഹകരണം കിട്ടി, ദേവസ്വം കിട്ടി, കയറ് കിട്ടി ഒന്നാമത്തെ ഗവൺമെൻറ്റിൽ. അവിടെയെല്ലാം ഭാവി ഭരണാധികാരികളോ തലമുറ ഓർക്കത്തക്ക പല കാര്യവും ചെയ്തു. പിണറായിയോടൊപ്പം PWDയും രജിസ്ട്രേഷനും റെയിൽവേയുടെ ചുമതലയും ഇത് വന്നപ്പോഴും നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുകയും പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ജനങ്ങൾ കുറച്ച് അംഗീകാരമൊക്കെ നൽകിയിട്ടുണ്ട്. അത് അപ്പോൾ നമ്മളെവിടെ ഏത് പ്രവർത്തനം ഏൽപ്പിച്ചാലും ആ മേഖലയിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യും. അത് ജനോപകാരപ്രദമായിരിക്കും. അതിന് ഏറ്റവും വലിയ പ്രയോജനം വരുന്നത് ആ ഗവൺമെൻറ്റിന് ഇവിടുത്തെ പ്രസ്ഥാനത്തിനുമാണ്. എനിക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പൊതുയോഗത്തിൽ പോകുമ്പോൾ നല്ലൊരു മന്ത്രിയായിരുന്നു, ഇത്രയല്ലേ ഉള്ളൂ. വേറെ പ്രയോജനമൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ പ്രസ്ഥാനത്തിന് പ്രയോജനമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് സാഹചര്യത്തിലാണ് ശ്രീജി സുധാകരൻ താങ്കൾ പറഞ്ഞത് ഇപ്പോൾ മാർക്സിസം എന്താണെന്ന് അറിയാത്തവർ? അല്ല, അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു പറയാൻ ഇടയായ ഒരു സാഹചര്യം. അത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടില്ല. അതല്ല, ഞാൻ അതൊരു എൻ്റെ ഒരു അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നവർ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം, സംഘടന, രാഷ്ട്രീയം, ആശയമൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കാനൊരു ശ്രമം നടത്തി സംഭാഷണത്തിൽ അത് കാണണം. ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കുകയാണ്. ഒരു മന്ത്രിയായ ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ ജനങ്ങൾ കേൾക്കുമല്ലോ. ഒരു രാഷ്ട്രീയ നേതാവായി ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുന്നതിനേക്കാൾ വേറൊരു വിഭാഗം കൂടി ഒരു മിനിസ്റ്റർ സംസാരിച്ചാൽ കേൾക്കുമല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണകരമായി നമ്മൾ ചെയ്തു തീർക്കുന്ന ആശയങ്ങൾ അവിടെ പറയാനുള്ള അവസരം കിട്ടുകയാണ്. അത് പറയണത് അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റും. ആ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. വ്യതിയാനമല്ലത്, ഇത് വ്യതിയാനമല്ല. അതിലുള്ള എക്സ്പീരിയൻസ് കുറഞ്ഞു വരുന്നു.
അത് പാർട്ടി രേഖയിലൊക്കെ ഇല്ലേ? പാർട്ടി രേഖയില്ലാത്ത ഒന്നും ഞാൻ പറയുന്നില്ല. അത് നമ്മൾ അനോട്ടേറ്റ് ചെയ്യുകയാണ്. അത് രേഖ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അത് ജനങ്ങളോട് പറയുകയാണ്. അങ്ങനെ പറയണം. ഒരു പൊസിഷനിൽ എത്തിയത് കൊണ്ട് കാര്യമായോ? കാര്യമായില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് അത് ആരെക്കുറിച്ചാണ് താങ്കളുടെ ഈ വിമർശനം? ഒരാളെ കുറിച്ചല്ലല്ലോ, പൊതുപ്രവണതയായിട്ട് വന്നിരിക്കുക. ഈ മന്ത്രിസഭയല്ല, മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ആശയപ്രപഞ്ചത്തിൽ മൊത്തത്തിൽ വന്നിരിക്കുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പെട്ടു. നിങ്ങൾക്ക് തന്നെ അറിയില്ലേ വന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്നോട് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ പൊതുവേ അതിൻ്റെ ഗൗരവം കുറഞ്ഞു വരികയാണെന്ന്. എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടല്ലോ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല. അത് പരിഹരിക്കുന്നതിനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ പാർട്ടിയുടെ രേഖകളിൽ കാണാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് ആളുകൾ കൂട്ടം കൂടി നിന്നതുകൊണ്ടൊന്നും പാർട്ടി ഫലപ്പെടില്ല. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ പുറത്തും സ്വീകാര്യരായിരിക്കണം, എല്ലായിടത്തും സ്വീകാര്യരാകുമ്പോഴാണ് നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുക എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് കൂട്ടം കൂടി നിന്ന അതൊന്നുമല്ല. 2-3 പേര് ചേർന്നാൽ അതുകൊണ്ട് കാര്യമാവില്ല. നമ്മൾ മാത്രം നമ്മളെപ്പറ്റി പറഞ്ഞാലാവില്ല. നമ്മൾക്ക് വെളിയിലുള്ള ജനങ്ങളിൽ കൂടി നമ്മൾ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ പ്രസ്ഥാനം വളരത്തുള്ളൂ. ഇത് പാർട്ടി രേഖയല്ലേ. 50% വോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ ഇതുവരെ 50% വോട്ട് കിട്ടിയിട്ടില്ല. പലതവണ അധികാരത്തിൽ കയറിയ പാർട്ടി കോൺഗ്രസ് അല്ലേ. BJP ഇത് 3ാമത്തെ തവണ, എത്ര 2 3 അല്ല 4 ആയിക്കോട്ടെ. ബാക്കിയെല്ലാം കോൺഗ്രസ് ആയിരുന്നല്ലോ. 1 2 തവണ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരോ ജനതാ പാർട്ടിക്കാരോ ഒഴിച്ചാൽ കോൺഗ്രസിന് എന്തെങ്കിലും 50% കിട്ടിയോ? കിട്ടിയില്ലല്ലോ. 50% വോട്ട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. 49% വോട്ടോട്ടം കിട്ടിയത് രാജീവ് ഗാന്ധിക്കാണ്. അതെ. ഞാൻ കേരളത്തിലെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കുകയാണ് താങ്കളോട്. കേരളത്തിലെ ഇടതുപക്ഷത്തിനും 50% കിട്ടിയിട്ടില്ല അധികാരത്തിൽ വന്നപ്പോഴും. ഇപ്പോഴും ഇല്ല. 47%. 47, 48, 46 ഇങ്ങനെയാണ്. 50%ഉം അതിന് മുകളിലും കിട്ടണമെന്നാണ് പാർട്ടി പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അധികാരം സ്ഥിരമായി കിട്ടുകയുള്ളൂ. അല്ലെ ഇടയ്ക്കിടയ്ക്ക് മാറും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. പക്ഷേ 50% എത്തിയിട്ടില്ല. അതിൽ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം പാർട്ടി രേഖ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനത്തെ കൂടിയാൽ തിരുത്തുക. ഓരോ പാർട്ടി പ്രവർത്തകനും തിരുത്തണം. ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്, പാർട്ടി ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാതെ ഓരോന്നും ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും വ്യക്തിജീവിതവുമായിരിക്കണം ജനങ്ങളുടെ മുമ്പിൽ. അപ്പം ജനങ്ങൾ കൂടുതലായിട്ട് നമ്മളെ ബഹുമാനിക്കും. ഇപ്പോൾ കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളിലും വിദ്യാഭ്യാസത്തിന്റെയും സാംസ്കാരിക മണ്ഡലത്തിലുമൊക്കെ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലിലൂടെ. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പാർട്ടി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ പാർട്ടി ചില അപജയങ്ങളിലേക്ക് പോകുന്നു, അതിനൊരു വലത് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു, അത് മുതലാളിത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ്. ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് ശ്രീ ജി സുധാകരൻ താങ്കളെപ്പോലൊരു മുതിർന്ന നേതാവ് കാണുന്നത്? ഞാൻ അത്തരം വിമർശനങ്ങളൊന്നും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അത് ഞാൻ ചോദിക്കാം, താങ്കൾക്ക് പാർട്ടി രേഖകളിലും പാർട്ടിയുടെ കൂട്ടായ്മകൾ, സ്റ്റേറ്റ് കമ്മിറ്റി യോഗം, കേന്ദ്ര കമ്മിറ്റി യോഗം, പാർട്ടി പ്ലീനം, പാർട്ടി കോൺഗ്രസ്, സ്റ്റേറ്റ് സമ്മേളനമൊക്കെ വരുമല്ലോ. അവിടെ ഇത്തരം വിമർശനങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. പാർട്ടിക്ക് പറ്റുന്ന പോരായ്മകളെ പറ്റി ഉന്നയിച്ചിട്ടുണ്ട്. അത് തിരുത്തുന്നതിനുള്ള കാര്യം. അതാണ് സമ്മേളനം കൂടുന്നതിന്. അതിനാണ് ഒരു വ്യതിയാനം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം ഇവിടുത്തെ വലതുപക്ഷക്കാരും അതുപോലെ തന്നെ ചില ബുദ്ധിജീവികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളാണ്. അത് വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിൽ മുൻപില്ലാത്തത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെങ്ങനെ മറുപടി പറയണമെന്നുള്ളത് കേന്ദ്ര കമ്മിറ്റിയോ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം കൂടിയിട്ട് ആലോചിച്ച് വേറൊക്കെ മറുപടി പറയണം. അത് പാർട്ടി ഗൗരവമായി കാണേണ്ടതാണോ? അതല്ല, അത് വേലിയേറ്റപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത് കണ്ടിട്ട് നാട് മുഴുവൻ റിപ്പോർട്ട് ചെയ്യണം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാമല്ലോ. റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റില്ല. സഖാവേനെ പറഞ്ഞ ഒരു വേലിയേറ്റം പോലെ ഈ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ പാർട്ടി കാണേണ്ടതാണ്. പ്രതിപക്ഷം ഒരു വേലിയേറ്റം പോലല്ലേ ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഞങ്ങൾ കാണുന്നില്ല കലക്ട്രേറ്റിലോട്ട്. എന്താ കണ്ണുകൊണ്ട് കണ്ടുകൂടെ? അത് വേറൊരു വിഷയത്തിലല്ലേ? ഏത് വിഷയമാവട്ടെ, അവർ വിടുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം അവർ പറയുന്നത് ശരിയാണെന്നാണോ? അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അത് അവകാശമില്ലെന്നാര് പറഞ്ഞു? അതുകൊണ്ടല്ലേ അങ്ങനെ സ്ഥിരമായി പ്രതിഷേധ ഐറ്റവുമായി അവർ മുന്നോട്ട് വരുമ്പോൾ അത് ശരിയാവണമെന്നുള്ളതല്ല ഈ പറയുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്യും. ഇങ്ങനെ പോയാൽ സ്വാഭാവികമായിട്ട് നമ്മളത് ആശയപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അതിനെ മറികടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സഖാവ്, എനിക്ക് ഇതിലൊരു വ്യക്തമായ ഒരു മറുപടി കിട്ടിയില്ല. പാർട്ടി ഗൗരവത്തിൽ കാണേണ്ടതാണോ ഈ വിമർശനങ്ങൾ? അതായിരുന്നു എൻ്റെ ചോദ്യം. പാർട്ടി ഗൗരവത്തിൽ കാണുന്നുണ്ടാവുമല്ലോ. കാണേണ്ടതാണോ? ഞാൻ താങ്കളോട് ചോദിക്കും, ഏത് കാര്യം? ഇത്തരം വിമർശനങ്ങളെ, ഇപ്പോൾ ഒരു വേലിയേറ്റം പോലെ ഉണ്ടായിരിക്കുന്ന ഈ വിമർശനങ്ങളെ പാർട്ടി ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. വേലിയേറ്റം എന്ന് പറയാൻ കാരണം എല്ലാ ദിവസവും ഒരു 15 കോളതിന് വരുന്നില്ലേ ഗവൺമെൻറ്റിനെതിരായിട്ട്? ഒരു 10-15 വാർത്ത ഒരു ദിവസം ശരാശരി പത്രത്തിലുണ്ട്.
ഗവൺമെൻറ് എന്ന് വന്നാലും ഇത് ഉണ്ടെങ്കിൽ ഇച്ചിരി കുറച്ച് കൂട്ടി വരുന്നു. ഇപ്പോൾ ഇത് വരുന്നതൊന്നും ഗവൺമെൻറ്റിനെ സ്നേഹിക്കുന്നവരല്ല, ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരാണ് കൂടുതലും പറയുന്നത്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്ത് പരിഹാരം കണ്ട് എല്ലാവരുടെയും ആശങ്ക അകറ്റി മുന്നോട്ട് പോകാനുള്ള നിലപാടുകൾ പാർട്ടി സംസ്ഥാന കേന്ദ്ര നേതൃത്വം എടുക്കും. അവർക്ക് അതിനുള്ള ഉചിതമായ സമയം ആയിട്ടില്ല എന്നവർ കരുതുന്നുണ്ടാവും. നമ്മുടെ സംഭാഷണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ എം ടി വാസുദേവൻ നായരും എം മുകുന്ദനും ഒക്കെ നടത്തിയ വിമർശനങ്ങളുടെ പരിസരത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ എം ടി വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് ഈ അധികാരം എങ്ങനെയാണ് പ്രശ്നമായി മാറുന്നത്. അധികാരമുണ്ടാകുന്നു, അത് അധികാരികളെ സൃഷ്ടിക്കുന്നു, അധികാരികൾ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നു, ആൾക്കൂട്ടുകൾ വ്യക്തിപൂജകളിലേക്ക് മാറുന്നു. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പോലും ഈ വ്യക്തിപൂജയിൽ ആകൃഷ്ടനായിരിക്കുന്നു, അദ്ദേഹം അതിനകത്ത് വീണുപോയിരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ്. എം മുകുന്ദൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു, സിംഹാസനങ്ങൾ ഒഴിയേണ്ട സമയമായിരിക്കുന്നു, ജനങ്ങളെയാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനും എതിരായിട്ടുള്ള വിമർശനങ്ങൾ. അതെ, എന്ന് ഈ എം ടി വാസുദേവൻ നായരും എം മുകുന്ദനും ഒക്കെ നടത്തിയിട്ടുള്ള എങ്ങും തൊടാത്ത വിശദീകരണങ്ങൾ അബ്സ്ട്രാക്റ്റാണ്. ഏതെങ്കിലും വ്യക്തിയെയോ ഒരു രാഷ്ട്രീയ പ്രസഭയോ അവർ പറഞ്ഞിട്ടില്ല, അവരാരും അത് ഉന്നം വെച്ച് പറഞ്ഞിട്ടില്ല. അവർ അബ്സ്ട്രാക്റ്റായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, കാരണം അബ്സ്ട്രാക്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. മുകുന്ദന്റെ അബ്സ്ട്രാക്ട് അല്ല, ക്ലിയർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ സർക്കാരിനെ കുറിച്ച്, ഈ സർക്കാരിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഈ സർക്കാരിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തിന്റെ സംസാരത്തിൽ അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇടർച്ചകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് എം മുകുന്ദൻ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞോണ്ട് അല്ല, ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞുകൂടെ? പറയാം, ഞാൻ പറഞ്ഞത് സഖാവ് ഈ വിമർശനങ്ങൾ ഗൗരവമുള്ളതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, അതല്ലാതെ ഈ മുകുന്ദനും അതുപോലെ തന്നെ മുകുന്ദൻ്റെ കാരണഭൂതനായിട്ടുള്ള എം ഡി വാസുദേവൻ, അത് പറയുന്നത് കാരണഭൂത എം ഡി വാസുദേവൻ നായരും അബ്സ്ട്രാക്റ്റായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ, കോൺക്രീറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആരാണ് അധികാരം ഒഴിയേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ മോഡിയാണോ പിണറായി ആണോ എന്ന് രാഷ്ട്രീയക്കുഴപ്പമല്ലേ ഉണ്ടാക്കിയത്. ചിലപ്പോൾ അത് രണ്ടുപേരെ പറ്റി ഉദ്ദേശിച്ച് ഞാൻ പറയുന്ന പ്രശ്നം അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. എം ഡി വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ട ജി സുധാകരൻ. എന്നാലും ഞാൻ ടെലിവിഷൻ കണ്ടു, ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. സമരവും ഭരണവും ഞാൻ പറയട്ടെ എം ഡി വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ട ജി സുധാകരൻ. ഞാൻ അങ്ങനെ ഒരു വാചകം എൻ്റെ ഡിസ്കഷന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ടെലിവിഷൻ അത് കൊടുത്തത്? ഒരു ടെലിവിഷൻ പ്രതിനിധി, ഒരു ടെലിവിഷൻ കറസ്പോണ്ടൻ്റ് അയാൾ തയ്യാറാക്കി എഡിറ്റ് ചെയ്ത ഒരു വാർത്ത എല്ലാവർക്കും കൊടുത്തതാണത്. രാത്രിയിൽ അയാളുടെ ഓൺലൈനിൽ ഇത് പിൻവലിച്ചു അത്. കാരണം യഥാർത്ഥത്തിൽ സംസാരിച്ച് എല്ലാവർക്കും കിട്ടി, ആളുകൾ അയച്ചു കൊടുത്തു CD. അപ്പോൾ ഇതില്ല, പത്രങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. പത്രത്തിൽ വന്നിട്ടില്ല. സമരവും ഭരണവും അത് രണ്ടാമത്തെ കാര്യം. അതാണ് പറഞ്ഞത്, ഇതല്ല പറഞ്ഞത്. എം ഡി വാസുദേവൻ നായരെന്നല്ല, ഒരു കുഞ്ഞൊരു കാര്യം പറഞ്ഞാലും നമ്മൾ പഠിക്കണം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞ മാത്രമല്ല മറ്റേ സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്ത് തന്നെ ഡിഫെൻഡ് ചെയ്ത് പറഞ്ഞു. ആരോ ഒരു സംശയം ചോദിച്ചപ്പോൾ സുധാകരൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ആഷ്മിയോ, ഈ സുധാകരൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല എന്ന് പറയും. എൻ്റെ സ്ഥാനത്ത് തന്നെ പുള്ളി അത് പറഞ്ഞു, അദ്ദേഹം അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ എം ഡി വാസുദേവൻ നായർ ഇങ്ങനെ പറഞ്ഞു. എം ഡി വാസുദേവൻ നായർ ആബ്സ്ട്രാക്റ്റായിട്ട് പറഞ്ഞു. ഓരോ പ്രശ്നം വരുമ്പോഴും എം ഡി വാസുദേവൻ നായർ പറഞ്ഞില്ലല്ലോ, അതാത് അവസരത്തിലൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ കറക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയോ മുമ്പ് പലതും പറയാമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന്. അപ്പോൾ എം ഡി വാസുദേവൻ നായർ പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ആറ്റം ബോംബൊന്നും വീണിട്ടില്ല. അദ്ദേഹം പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്താ, അദ്ദേഹത്തെ പഠിപ്പിച്ചാൽ ആർക്കും പഠിപ്പിക്കാം. അതാണ്, അദ്ദേഹം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ പറയത്തുമില്ല. കാരണം അയാൾ സാധാരണ വ്യക്തിയല്ലല്ലോ, അസാമാന്യമായ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളല്ലേ. ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ പഠിക്കും. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. അവരെ പഠിപ്പിക്കും, നമ്മൾ മുതലാളിത്തത്തിൽ നിന്ന് കരകയറ്റാൻ അവരെ പഠിപ്പിക്കും, ജനങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ പൂർണ്ണമായ ഐഡിയോളജിക്കായ പൊസിഷൻസ് ഒരു വിട്ടുവീഴ്ച എല്ലാം അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. ഇത്രയും 58 വർഷമായി ഞാൻ പാർട്ടി മെമ്പറായിട്ട്. ഞാൻ എപ്പോഴും ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ആൾ കൂടിയാണ്. അതിലൊരു തർക്കവുമില്ല. അല്ല, പലർക്കും തർക്കമുണ്ട്, പലരും അത് പ്രചരിപ്പിക്കുന്നില്ലെന്ന് പ്രചരിപ്പിക്കുന്ന ആളിന്റെ തലേ കയറാണ് വരുന്നത്. അല്ല സഖാവ്, പ്രശ്നം അതല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞു എം ടി വാസുദേവൻ നായർ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നില്ലല്ലോ. അങ്ങനെ പ്രതികരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അദ്ദേഹം നോട്ട് നിരോധനത്തിന്റെ ഒരു സന്ദിഗ്ധ ഘട്ടം എത്തിയിരിക്കുന്നു. അല്ല, പ്രതികരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പ്രതികരിക്കുന്ന ആളല്ലെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഈ പ്രതികരണത്തിന്റെയും വിമർശനത്തിന്റെയും പ്രതികരിക്കാൻ അവകാശമില്ലെന്ന് ആര് പറഞ്ഞു? ഏതോ ഒരു മന്ത്രി പറയുന്നു പ്രതികരിക്കാൻ അവകാശമുണ്ട്.
പ്രതികരിക്കാൻ അവകാശമില്ലെന്ന് ആര് പറഞ്ഞു? പറയാത്ത കാര്യത്തെ മറുപടി പറയുന്നത് ബുദ്ധിപരമായ കഴിവല്ല. ഏതോ ഒരു മന്ത്രി പറഞ്ഞു പ്രതികരിക്കാൻ. സജി ചെറിയാനാണ്. എനിക്കറിയില്ല ഏത് ചെറിയാനായാലും എന്താ ചെറിയാനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അതിലൂടെ എൻ്റെ കൂടെ താഴെ ജൂനിയറായി മന്ത്രിയായി പോയെന്ന് വിചാരിച്ചു എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഗവൺമെൻറ്റിനോ പാർട്ടിക്കോ ദോഷമുള്ളൂ എന്ന് പറഞ്ഞില്ലല്ലോ. എം ഡി വാസുദേവൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അതിനെതിരായിട്ട് ആദ്യം പറഞ്ഞ സജി ചെറിയാനാണ്. എടുത്ത് നോക്കങ്ങൾ ആദ്യം പറഞ്ഞ അദ്ദേഹം, ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എം ഡി വാസുദേവൻ നായരെ ഈ കാര്യത്തിൽ ഡിഫെൻഡ് ചെയ്യാനോ എതിർക്കാനോ പോകുന്ന കാര്യമില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഞാൻ പൊതുവായിട്ട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. പിന്നെ സമരവും ഭരണവും, ഞാനൊരു സമരം ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിലിരിക്കുകയല്ലേ, വിദ്യാഭ്യാസ വകുപ്പിലെ മാനേജർമാരുടെ കുറേ ന്യായമായ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സമരം ചെയ്യാൻ അവകാശമുണ്ട്. അത് ഞാൻ തിയററ്റിക്കലോട് പറഞ്ഞ് സമരവും ഭരണവും നടത്താം. കാരണം ഭരണമെന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി ഡെമോക്രസി ഇല്ല. അത് അബ്സല്യൂട്ടായിട്ട് 100% പെർഫെക്റ്റായ സിസ്റ്റമല്ല. അതിനകത്ത് ഒരുപാട് ഉള്ളതിൽ ഏറ്റവും ഭേദമാണ്. ആബ്സല്യൂട്ടായിട്ട് ഏറ്റവും മികച്ചത് സോഷ്യലിസമാണ്. സോഷ്യലിസം ഉടനെ ഒന്നും വരാൻ സാധ്യതയില്ല. സോഷ്യലിസത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഭരണരീതിയാണ് പാർലമെൻ്ററി ഡെമോക്രസി. അത് ഏകാധിപത്യത്തെക്കാളും സ്വച്ഛാധിപത്യത്തെക്കാളും മികച്ചതാണ് ഇത് പാർലമെന്ററി ജനാധിപത്യത്തിലൂടെയാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സഞ്ചരിക്കേണ്ടത്. കാരണം എന്താ? ആബ്സല്യൂട്ട് സോഷ്യലിസം പാർലമെന്ററി ഡെമോക്രസിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് നിയമസഭ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ. അദ്ദേഹം അങ്ങനെയല്ലോ പറയുന്നത്. പാർലമെന്ററി ഡെമോക്രസിയുടെ ഇംപെർഫെക്ഷൻസാണ് പറഞ്ഞത്, ഇന്നത്തെ സ്ഥിതിയാണ് പറഞ്ഞത്. ഇന്ത്യയിൽ പാർലമെന്ററി ഡെമോക്രസി നിലനിൽക്കുകയും മുതലാളിത്ത ഭരണകൂടം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ കിട്ടിയതിൽ ഏറ്റവും നല്ല ഭരണരീതിയാണ് പാർലമെൻറ്റ്. ഞങ്ങൾ അങ്ങനെയാണ് വിലയിരുത്തിയത്. അത് EMS പഠിപ്പിച്ചത്. പാർലമെൻ്ററി ഡെമോക്രസിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സായുധ വിപ്ലവം അസാധ്യമാണെന്ന് പറയുമ്പോഴാണ് പറയുന്നത്. അത് തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴാണ് അബ്സല്യൂട്ടായിട്ട് എന്നും പാർലമെൻ്ററി ഡെമോക്രസി സോഷ്യലിസമാണ്, റെവല്യൂഷനാണ്. അത് സമയമായിട്ടില്ല, അതിന് ജനങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. ഇന്ത്യയിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന തരത്തിലാണോ പാർട്ടിയുടെ ഇന്നത്തെ പ്രവർത്തനവും രീതികളും ഒക്കെ? ആണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആ പാർട്ടി പ്രവർത്തിക്കുന്നത്. സംശയം എന്താ? പാർട്ടി പരിപാടി അതല്ലേ? പരിപാടിയിൽ മാറ്റം വന്നില്ലല്ലോ, ഭരണഘടനയിൽ മാറ്റമില്ലല്ലോ. പാർട്ടി പരിപാടിയാണ് വിപ്ലവ തന്ത്രം, അതായത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ. അതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് തൊഴിലാളി കർഷക സഖ്യം, അതിന് നേതൃത്വം തൊഴിലാളി വർഗത്തിന്. ഇതാണ് ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചോദിക്കുമ്പോൾ കേരളത്തിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേക്കാൾ അധികാരം കൈയാളുന്ന, തീരുമാനങ്ങൾ എടുക്കുന്ന, നടപ്പാക്കുന്ന ഒരാളായി മുഖ്യമന്ത്രി മാറുന്നു. പാർട്ടി സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ടല്ല, അദ്ദേഹം അതിനു മുകളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനമുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിലെ ബുദ്ധിജീവികൾ നടത്തുന്നതായിരിക്കാം, പക്ഷെ വിമർശനമുണ്ട്. അതിനെ ഗൗരവത്തിൽ കാണുന്നുണ്ടോ താങ്കൾ? ഞാനതിന് ഗൗരവം കൽപ്പിച്ചില്ല. കാരണം പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ഇവിടെയുണ്ട്, കേന്ദ്ര കമ്മിറ്റിയാണ്. അദ്ദേഹം BB മെമ്പറാണ്. അദ്ദേഹത്തിന് ഒരിക്കലും പാർട്ടിയെ മറികടക്കാൻ കഴിയില്ല. പാർട്ടിയെ മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി താഴ്ന്നു നിൽക്കണം അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു തടസ്സം ഉണ്ടാക്കിയില്ലല്ലോ പാർട്ടി കമ്മിറ്റി കൂടി ഉചിതമായി തീരുമാനം എടുക്കുന്നതിന്. പക്ഷെ വ്യക്തിപൂജയല്ലേ ശ്രീ സുധാകരൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തെ സൂര്യനോട് ഉപമിക്കുന്നു, അദ്ദേഹം കരുന്തായി മാറുന്നു, കഴുകനായി വരുന്നു. പിണറായി വിജയനാണ് എല്ലാവരും സംരക്ഷിക്കാൻ പോകുന്നത്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് യോജിച്ച രീതിയാണ്. AK ഗോപാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ട്, പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്, മറ്റു പലരും വിമർശിക്കുന്നു. വിമർശനം നടക്കട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞ പദം കൊണ്ടൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതല്ല. എനിക്കത് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ഞങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിൽ വന്നിട്ടുള്ളതല്ല. ഓരോ ഭാരവാഹികൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്രി പറയുന്നതായിരിക്കും. അത് അവർ പറഞ്ഞായിട്ടാണ് വരുന്നത്. താങ്കൾ നടത്തിയ ഒരു വിശേഷണത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. പിണറായി വിജയനെ കുറിച്ച് താങ്കൾ ഒരു സമയത്ത് പറഞ്ഞത് അദ്ദേഹം ഉറച്ച നിലപാടുള്ള, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് പ്രതിബദ്ധതയുള്ള, തീരുമാനങ്ങൾ എടുത്താൽ അതിൽ തന്നെ നിൽക്കുന്നു എന്ന പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്നാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നവകേരള സദസ്സിനോടുള്ള പ്രതികരണത്തിന്റെ ഒരു ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞത് മുഖത്തടിച്ചാൽ അത് വിപ്ലവം, കമ്മ്യൂണിസ്റ്റ്. നവകേരളവുമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾ ആര് പറഞ്ഞു? നിങ്ങൾ കുറച്ച് പത്രക്കാർ. ഞാൻ നവകേരളവുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞതേയില്ല. ഇന്നലെ MD വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളതാണിത്. ഇങ്ങനെ പാർട്ടി പ്രവർത്തനം നേരെ രൂപയെ സംസാരിക്കുന്നവരെ വഷളാക്കി അവർ പറയാത്ത കാര്യം പറയുന്നെന്ന് എന്തിനാ പ്രചരിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ അഭിപ്രായം തന്നെയാണോ പിണറായി വിജയൻ? ഞാൻ നവകേരള സദസ്സിനെ പറ്റി ഒരു അക്ഷരം സംസാരിച്ചു. ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ അഭിപ്രായം തന്നെ. ഞാൻ എന്താണെന്ന് പ്രസംഗിച്ചത് നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഞാൻ പ്രസംഗിച്ചത് എന്താണെന്ന്? ഞാൻ പുസ്തക പ്രകാശന വേളയിൽ ജില്ലാ കോടതിയുടെ ഓപ്പോസിറ്റിൽ NBS ഹാളിലല്ലേ പ്രസംഗിച്ചത്. ഞാൻ ഒരു പ്രകാശനം നടക്കുകയാണ്, ആശയങ്ങളെ പറ്റിയാണ് പറയുന്നത്.
നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ, നമ്മുടെ ആശയം ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മുടെ ഭാഗത്തേക്ക് വരുന്നവരുടെ മുഖത്തടിക്കരുത്, അവരെ ഓടിക്കരുത്. ഞങ്ങൾ മാത്രം, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നവകേരള സദസ്സുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തിയത്. കാരണം ഇവിടെ കുറച്ച് പേർക്ക് എല്ലാവരും നവകേരള സദസ്സാണ്, എല്ലാവരും പിണറായി വിജയൻ ടെക്സ്റ്റ് നമ്മളൊരു കോണ്ടെക്സ്റ്റിനാണല്ലോ. ഇല്ല, അത് നിങ്ങളുണ്ടാക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണൻ നിങ്ങളുടെ മാധ്യമ ലോകം ഉത്തരവാദിത്വം ഏറ്റെടുത്തോണം. കാരണം പറഞ്ഞതിന് കൃത്യമായ ടെസ്റ്റ് ഓഡിയോ ഉണ്ട്, എടുത്തു നോക്കണം. ഏത് ഓഡിയോ എടുത്താലും ഞാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയത്തുമില്ല. സമ്മതിച്ചു. പക്ഷേ ഞാൻ എന്റെ ചോദ്യം പിണറായി വിജയനെ കുറിച്ച് സഖാവ് ജി സുധാകരൻ നൽകി, ഞാൻ അവിടെ ഉറച്ചു നിൽക്കുകയാണ്. കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത സംഘാടകരുണ്ട് ലിസ്റ്റ്. ആദ്യത്തെ പി കൃഷ്ണപിള്ളയാണ്, അദ്ദേഹത്തിന് തുല്യനായിട്ട് ആരുമില്ല. പിന്നെ ഇവിടെ എം എൻ ഗോവിന്ദനുണ്ടായി, അതെ, ടി വി തോമസ് ഉണ്ടായി, വി എസ് അച്യുതാനന്ദൻ ഉണ്ടായി, കെ ആർ ഗൗരിയമ്മ ഉണ്ടായി, പിണറായി വിജയനുണ്ടായി, നായനാരുണ്ടായി, ചടയങ്കോന്നനുണ്ടായി. അതൊക്കെ സംഘാടകന്മാരാണ്. ആ സംഘാടകന്മാരുടെ പട്ടികയിൽ ഉറച്ച നിലപാടും സുദൃഢമായ കാഴ്ചപ്പാടും അച്ചടക്കവും പാർട്ടി രീതിയിലൊരു ചെറിയ വ്യതിയാനം വന്നാൽ ഉടൻ തന്നെ വിളിച്ച് ആ വ്യതിയാനം മരിച്ചവരോട് തെറ്റാണെന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് പിണറായി. എനിക്ക് ബോധ്യമുള്ള, എനിക്കത് നല്ല ബോധ്യമാണ്. 10-35 വർഷം. ഇപ്പം 2.5 വർഷമായിട്ട് എനിക്ക് അങ്ങനെ വലിയ അടുപ്പം ഞങ്ങൾ തമ്മിലില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അടുപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കാണുന്നില്ല. സാധാരണ തമ്മിൽ അകലമുണ്ടോ? ഞങ്ങൾ തമ്മിൽ ട്രിവാൻഡ്രം ആലപ്പുഴയുള്ള അകലമുണ്ട്, അത്രേ ഉള്ളൂ. മാനസികമായ അകലമില്ല. എന്തിന്? അല്ല, ഒരു ഘട്ടത്തിൽ അല്ല, മാനസികമായി ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നില്ല, പിന്നെന്തിനാ? ആ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ജി സുധാകരനെയൊക്കെ പോലുള്ള ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണെന്ന് പരിചയ സമ്പത്തുള്ള ആളുകൾ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് ചാടാതെ ഇത് കഴിഞ്ഞാൽ അടുത്ത കുഴി പിന്നെ ചാടാം. അല്ല, കുഴിയുടെ വേണ്ടി. ഒന്നാമത് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ സീനിയർ മെമ്പറായിരുന്നു. അതെ. രണ്ടാമത് ഞാൻ മിനിസ്റ്ററായിരുന്നു, അദ്ദേഹത്തോടൊപ്പമാണ് പ്രവർത്തിച്ചത്. സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്നൊക്കെ ആ ബന്ധമുണ്ട്, അടുത്ത ബന്ധമാണ്. അത് നമുക്ക് ഒരു തരത്തിലും ബ്രേക്ക് ചെയ്യാനാവാത്ത ബന്ധമാണ്. ഏറ്റവും വലിയ വിശ്വാസമായിരുന്നു. ബന്ധം മാത്രമല്ല, വിശ്വാസം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ ടീച്ചേഴ്സൊക്കെ ഞാൻ ഓരോരുത്തരും കഥ എഴുതിയിട്ടുണ്ട്, ആത്മകഥ. ഞാൻ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരിയായി. എനിക്കതൊന്നും, എന്നോട് കഥ എഴുതാൻ ഒരുപാട് പറയുന്നുണ്ട്. ഞാനൊരു കഥ എഴുതിയില്ല. ഒരു ദിവസം പോലും ജയിലിൽ പോയി ലാത്ത് കൊണ്ട് ഒരു തല്ല് വാങ്ങിക്കാത്തവരൊക്കെ ഞാൻ കഥ എഴുതുക. കേരളത്തിൽ എന്ത് കഥ എഴുതുന്നത്? മന്ത്രിയായതാണോ കഥ? സഖാവി പറഞ്ഞത് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന കെ ശൈലജ ടീച്ചർ ആണോ? അതിനെപ്പറ്റി ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആണോ നിങ്ങൾ? പിന്നെ അല്ലെങ്കിൽ ആശയക്കുഴപ്പം വീണ്ടും വരും. ആശയക്കുഴപ്പം എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവെ പറയാം. എല്ലാവരും കഥ എഴുതിക്കൊണ്ടിരിക്കല്ലേ. പാർലമെന്ററി ഡെമോക്രസിയിൽ കിട്ടുന്ന സ്ഥാനങ്ങൾ ഉപയോഗിച്ച് അതാണ് ജീവിതം എന്ന് കരുതരുത്. ഞാനങ്ങനെ കരുതിയിട്ടില്ല. ഞാൻ ഒരിക്കലും കരുതിയിട്ടുള്ള കാരണം ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് വന്നതാണ്. ആരുടെ ഔദാര്യത്തിന് വന്നതല്ല, ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് VS-നെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് പിണറായി സ്നേഹിച്ചത്. തർക്കമുണ്ട്, അതൊന്നും ആവശ്യമില്ലെന്ന് കരുതുന്നവരുണ്ട്. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയത്തിലുമുണ്ട്, ഇടതുപക്ഷത്തിനുമുണ്ട്. പേരൊന്നും എന്നോട് ചോദിക്കണ്ട. അത് ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരൊന്നും വിജയിക്കില്ല. വിജയിച്ച ചരിത്രമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അതുകൊണ്ട് അവരെല്ലാം തിരുത്തിക്കൊള്ളണം. ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കരുത് അതിനെപ്പറ്റിയും. ഞാൻ ഇന്ന് വരെ പിണറായി വിജയനെതിരെ ഒരു അക്ഷരം സംസാരിച്ചിട്ടുണ്ടോ? VS-ൻ്റെ ചില നിലപാട് എതിർപ്പോഴും VS-നെ തള്ളി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ പാർട്ടിയുടെ ഭദ്രത സൂക്ഷിച്ചുകൊണ്ട് തന്നെ പാർട്ടിയിൽ അപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ ഔദ്യോഗിക നിലപാട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും പാർട്ടിയുടെ സ്റ്റേറ്റ് നിലപാടെടുത്തില്ല. അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ. ആലപ്പുഴ പലരും എടുത്തെങ്കിലും ഞാൻ എടുത്തില്ലല്ലോ. ഒരു അവസരവാദവും കാണിച്ചില്ലല്ലോ. വിഭാഗീയതയൊന്നും അല്ലായിരുന്നു, ഉൾപാർട്ടി ഫൈറ്റായിരുന്നു. ആ ഫൈറ്റ് വിജയിച്ചതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റി സുദൃഢമായി വന്നത്. അപ്പോൾ നല്ല ബന്ധമായിരുന്നു പിണറായിട്ട്. ബന്ധത്തിന് കുറവില്ല, ദൈനംദിന ബന്ധമൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല, സാഹചര്യമില്ലല്ലോ. മനസ്സിലായി. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ മറ്റൊന്നിലേക്ക് ചാടുകയാണെന്ന് സഖാവ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ള വളരെ കൃത്യമായ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ സഖാവ് അന്ന് പറഞ്ഞത് എനിക്ക് ഇന്നും എന്റെ കാതുകളിലുണ്ട്. താങ്കൾ പറഞ്ഞത് ആ ദുർഗന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ മറ്റൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. ഇതേ വിശ്വാസം താങ്കൾക്ക് മുഖ്യമന്ത്രിയിലുണ്ടോ? അല്ല, പക്ഷെ ഞാൻ ഇത് വീണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നു. അല്ല, മറ്റൊരു കേസാണ്. പക്ഷെ ഞാൻ ചോദിക്കുക, സഖാവ് ഇപ്പോഴും മുഖ്യമന്ത്രിയിൽ ആ പൂർണ്ണ വിശ്വാസമുണ്ടോ എന്നാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം കരിമണൽ കമ്പനിയല്ലേ, അവരിവിടെയൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ കരിമണൽ കമ്പനി ഇവിടെയെല്ലാം വന്നാണ്. ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആഫീസിലൊരു 100 തവണ വന്നിട്ടുണ്ട്. ഇതിന് അനുവാദം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അവിടെയൊക്കെ സ്ഥലം എടുക്കുന്നുണ്ടായിരുന്നു അവർ. ഇത് അതിനടിയിൽ മണലുണ്ടെന്ന് പറഞ്ഞ് കുന്നപ്പുഴ, തോട്ടപ്പള്ളി ആ ഭാഗത്തൊക്കെ സ്ഥലമെടുത്ത് ഇത് ഖനനം ചെയ്യുന്ന ആളുടെ എതിർപ്പ് വന്നപ്പോൾ ആ എതിർപ്പ് ഒഴിവാക്കി കൊടുക്കാൻ ആ ബഹുമാനപ്പെട്ട കർത്താവ് ഞങ്ങളുടെയൊക്കെ അടുത്ത് വന്നു. ഞാൻ അതിന് വഴങ്ങിയില്ല.
ഒരു തരത്തിലുള്ള രൂപത്തിൽ ഞങ്ങൾ അതിനെ അംഗീകരിച്ചില്ല. ബേബി അംഗീകരിച്ചില്ല. ബേബി ഉണ്ടായിരുന്നു, ഒരു തവണ ബേബി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു, ഞങ്ങളാരും അംഗീകരിച്ചില്ല. പക്ഷേ കർത്തായുടെ ആ പരിപാടിയോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായില്ല. പക്ഷേ എക്സാലോജിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞത് അതാണ് നമ്മുടെ സമീപനം. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ 1.25-1.5 കോടി രൂപയുടെ പ്രശ്നത്തിൽ നമുക്ക് അറിവില്ലാത്ത കാര്യമാണ്. അതേപ്പറ്റി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട ഏജൻസിയോട് അവർ പറഞ്ഞോളും. ഇപ്പോൾ അവർക്ക് നോട്ടീസ് വന്നെങ്കിൽ അവർ പറഞ്ഞോളും, അവർ പറയട്ടെ. ഇത് വേറെ ആളെങ്ങനെ പറയാൻ പറ്റുന്നത്? കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ED മാത്രം കുറ്റം പറയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് പാർട്ടിക്ക് എന്ന് ചൂണ്ടിക്കാണിച്ചവരുമുണ്ട്. ഇപ്പോഴിതാ P. രാജീവിൻ്റെയും AC മൊയ്തീൻ്റെയും ഒക്കെ പേരുകൾ ഇതുമായി ചേർന്ന് പുറത്തേക്ക് വരികയാണ്. താങ്കളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് എന്നോട് മുമ്പ് ഇത് ആളുകൾ ചോദിച്ചു, അവിടെ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയായതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു. ആരാണ് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് രേഖ എൻ്റെ ഇല്ലല്ലോ. നടന്നിട്ടുണ്ടല്ലോ, ഞാൻ സഹകരണ മന്ത്രി ആയിരുന്ന ആളല്ലേ. അവിടെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ മൊയ്തീനാണോ രാജീവാണോ എന്ന് ഞാനങ്ങനെ പറയുക? എനിക്ക് യാതൊരു ബന്ധമില്ല. അത് രാജീവ് പറഞ്ഞു കഴിഞ്ഞു. മൊയ്തീനും നിഷേധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ED ഒന്നുകൊണ്ടാണ് ചോദിക്കുകയും ചെയ്തു. ഇതൊക്കെ പ്രൊസീജിയർ നടക്കട്ടെ. ഇപ്പം അതിലേക്ക് എന്താണ് ജമ്പ് ചെയ്യുന്നത്? ഇതിലെല്ലാം ഞങ്ങളെപ്പോലുള്ള പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്ത തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പ് എന്താ? അവിടെ ക്രമക്കേട് നടന്നതുകൊണ്ട് യാഥാർത്ഥ്യമാണ്. നടന്നില്ല എന്ന് ആരും പറയുന്നത്. EP ജയരാജൻ പറഞ്ഞ് ക്രമക്കേട് നടന്നു അവിടെ. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന്. ക്രമക്കേട് നടന്നില്ല എന്ന് ആര് പറഞ്ഞു? ആ ക്രമക്കേട് എന്താണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ ED ഉണ്ടല്ലോ, അവർ കളിക്കുന്ന കളി എന്താ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചോ ഇതുവരെ? ഇല്ല. എന്താ കാര്യം? അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്? സർ, കുറ്റമുണ്ടെന്ന് കണ്ടാൽ അത് അബ്സല്യൂട്ടായിട്ട് നിയമമല്ല, കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ ശരിയായ തരത്തിൽ അന്വേഷിച്ച് ശരിയായ തരത്തിൽ നിലപാടെടുക്കട്ടെ. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു ബിഗ് പൊളിറ്റിക്കൽ കൗണ്ടർ ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒരു ബിഗ് കൗണ്ടർ ക്വസ്റ്റ്യൻ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ CPM BJP തമ്മിലുള്ള ഒത്തുകളിയാണ്. അത് രണ്ടാമത്തെ കാര്യം. അവരുടെ ആരോപണം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതല്ല. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ED ഒരു അന്വേഷണം നടത്തുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പക്ഷാഭേദം ഉണ്ട്. അവിടെ ഒന്നും കുറ്റമില്ലാത്തതുകൊണ്ടാണോ? ഇവിടെ കുറ്റമുണ്ടെങ്കിലും കുറ്റമില്ലെങ്കിലും അന്വേഷിക്കുന്നു. ഇവിടെ കുറ്റമുണ്ടെങ്കിൽ ആർക്ക് തടയാൻ പറ്റുമെന്ന്? സത്യത്തിൽ സഖാവ്, എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു ഘട്ടത്തിൽ താങ്കൾ എൻ്റെ ചോദ്യത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിലാരെങ്കിലും കുറ്റക്കാരാണോ അല്ലേ എന്നുള്ളതല്ല. ഇതൊക്കെ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു മൂല്യച്യുതിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന സംഭവങ്ങളല്ലേ എന്നാണ്. അതെ, അങ്ങനെ വരുമെന്ന് മനസ്സിലാക്കി അങ്ങനെ വരുത്താൻ വേണ്ടി ED പ്രവർത്തിക്കുന്നു എന്നുള്ള കൗണ്ടർ ആരോപണമാണ് വന്നിരിക്കുന്നത്. ഒന്നിനും ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല, യഥാർത്ഥ വസ്തുത ബോധ്യപ്പെടുത്തുന്നില്ല. യഥാർത്ഥ വസ്തുത ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വെറുതെ ഇരിക്കുമോ? പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒന്നും വെറുതെ ഇരിക്കില്ല. ഇല്ല. ഇതിങ്ങനെ മൊത്തത്തിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റിലൊന്നും അന്വേഷണമില്ല. കേരളത്തിലാണ് ഈ അന്വേഷണം മുഴുവൻ. പിന്നെ കോൺഗ്രസ്സുള്ള അടുത്തും ചേർത്ത് അന്വേഷണം മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയല്ല. ഒരു പൊളിറ്റിക്കൽ ബയാസ് ഉണ്ട്. ഞങ്ങൾ ലീഡേഴ്സിനും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുമെതിരെ ഞങ്ങളൊരു അവിശുദ്ധം കാണിക്കുന്നവരാണ് എന്നൊരു ധാരണ ഉണ്ടാക്കാനുള്ള സംഘടിതമായ ഒരു നീക്കം കോൺസ്റ്റിറ്റ്യൂഷണൽ ഏജൻസിയായ നമ്മുടെ എല്ലാ ഏജൻസിയായ അഴിമതികളെ തുടച്ചു നീക്കുന്നതിന് ആഗ്രഹമുള്ള മുഴുവൻ ഇന്ത്യൻ പൗരന്മാർക്കും അഭിമാനിക്കേണ്ട ഒരു പ്രസ്ഥാനമായി EDയെ കൊണ്ട് നടത്തിക്കുന്നു എന്നൊരു കടുത്ത ആക്ഷേപം നിൽക്കുകയാണ്. പക്ഷേ EDയുടെ അധികാരത്തെയും അധികാരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം EDക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ അധികാരത്തെ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാന്ന് കേട്ടില്ലേ? ഭരണഘടന പറയുന്ന ഒരു സ്ഥാപനത്തിന് അധികാരത്തെ കുറയ്ക്കാൻ പറ്റും? ഭരണഘടന പറയുന്ന മുഴുവൻ അധികാരമുണ്ട്. അതിനപ്പുറത്ത് അവർ കടക്കുമ്പോഴാണ് കോടതി ചിലപ്പോൾ അത് ചെയ്യരുതെന്ന് പറയുന്നത്. സഖാവ്, കേരളത്തിൻ്റെ CPM-നകത്ത് വ്യക്തിപൂജ നടക്കുന്നുണ്ടോ? വ്യക്തി ആരാധന നടക്കുന്നുണ്ടോ? CPM-നകത്തും വെളിയിലും ആരാധിക്കേണ്ട നേതാക്കന്മാരെ ആരാധിക്കാറുണ്ട്. അത് വ്യക്തിപൂജയല്ല, വ്യക്തിപൂജയില്ല, അത് പാടില്ല. ഒന്ന് തെളിച്ച് പറയാമോ? തെളിച്ചാണല്ലോ പറഞ്ഞത്. ഒരു വ്യക്തിയെ പൂജിക്കാൻ പാടില്ല തുടർച്ചയായി. പക്ഷേ അസാധാരണമായ ഇച്ഛാശക്തിയും ഭരണമികവും പാർട്ടി സംഘടനാ മികവും കാണിക്കുന്ന നേതാക്കന്മാരെ ആരാധിക്കും. EMS AKG ആരാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആരാധ്യനായ ആളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ആരാധ്യനായിരുന്നല്ലോ. ആരാധ്യനായിട്ടാണല്ലോ മുഖ്യമന്ത്രി ആയത്. ആണല്ലോ. അദ്ദേഹം ആ പട്ടികയിലായിരുന്നു. ലാസ്റ്റ് അവസാനം വന്നതല്ലേ അദ്ദേഹം? ആ ലൈനിൽ ഇങ്ങോട്ട് വരികയല്ലേ? ആണല്ലോ. സംശയം എന്താ? അല്ല, കണ്ണൂരിൽ ഒരു PG ആർമി ഉണ്ടായപ്പോൾ താങ്കൾക്കറിയാമല്ലോ. എന്ത് ആർമിയാണ്? ആ ആർമിയുടെ പേര് തന്നെ തെറ്റല്ലേ? ആർമിയോ? അത് ഈ പേരാര് കൊടുക്കുന്നതാണ്? ആർമിയോ? ഇവിടെ സായുധ കലാപം നടക്കുക കേരളത്തിൽ. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ എന്നോട് ചോദിക്കണ്ട.
നല്ല സംശുദ്ധനായ നല്ലൊരു കോമറേഡാണ് പി ജയരാജൻ. സംശുദ്ധനായ ഒരു സഹാവാണ്, തീവ്രനായ സഹാവ. അയാളെ പറ്റി എനിക്ക് നല്ല മതിപ്പാണ്. ആർമിയെ പറ്റിയൊന്നും എനിക്കറിയില്ല. ആർമി എന്നുള്ള പേര് തെറ്റാണെന്ന് ഞാൻ പറയുന്നു. ആ പേരൊന്നും കൊടുക്കാൻ പാടില്ല. രണ്ടാമത്, പിണറായി വിജയൻ ആർമിയെ ഉണ്ടാക്കിയില്ല. ആരെങ്കിലും കൂടുതൽ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അവരാണ് സമാനം പറയേണ്ടത്. ആ പുകഴ്ത്തലിന് അദ്ദേഹം അർഹനാണെന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ട്? ഏത് ഇത്തരം പുകഴ്ത്തലുകൾക്ക് അദ്ദേഹം അർഹനായ ആളാണ് എന്ന അത് തെറ്റായ ചോദ്യമാണ്. കാരണം ഒരാൾ ശരിയല്ലാതെ പുകഴ്ത്തിയാൽ അതിന് അർഹനാണെന്ന് ചോദിക്കരുത്. അദ്ദേഹത്തിന് അർഹതയുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പുകഴ്ത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം എവിടെയെങ്കിലും നിങ്ങൾ സംസാരിക്കാൻ നമ്മളെ കുറ്റക്കാരത് പാടില്ല. പിണറായി വിജയന് ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥാനത്ത് എത്തിയത്. അതെ, പക്ഷേ ഈ സർക്കാരിനെതിരെ ഉയരുന്ന മറ്റൊരു വിമർശനമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതികൾ സംബന്ധിച്ച്. ഇപ്പോൾ താങ്കൾക്കറിയാം, നവകേരള സദസ്സിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാൻ വന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന സംഭവങ്ങൾ, പിന്നെ കേസെടുത്ത സംഭവങ്ങളിൽ ഇപ്പോൾ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ രീതി, ഇതൊക്കെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഇതിലെ ക്രമസമാധാന പാലനവുമൊക്കെ താളം തെറ്റിയിരിക്കുന്നു എന്ന വിമർശനങ്ങളുണ്ട്. ആ വിമർശനത്തിനൊപ്പം ശ്രീ ജി സുധാകരൻ ഉണ്ടോ? ഞാൻ ഇത്ര ഒരു വിമർശനം ഉന്നയിക്കാറില്ല. ഞാൻ പറയുന്നത് സ്വതന്ത്രവും നിർഭയവുമായി ഒരു പാർട്ടി പ്രവർത്തകൻ പഠിച്ചു പറയേണ്ട കാര്യങ്ങൾ. അത് മറ്റു പലർക്കും അറിയാത്തതുകൊണ്ടും അവർ പറയാത്തതുകൊണ്ടും അവർക്ക് അതിശയമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു കണ്ടക്ടർ, ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ടർ, ആ കണ്ടക്ടറുടെ ബലം അപ്പോഴും ഇപ്പോഴും ഒരു കൊല്ലം ഇത് കരിഞ്ഞു പോകത്തില്ലേ? അതെ, ഇല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം അതുപോലെ സ്വീകരിക്കാൻ കഴിയാത്ത പൊളിറ്റിക്കൽ കണ്ടക്ടേഴ്സ് കാണും. അവർക്കത് മനസ്സിലാകാതെ ഉരുകി പോയ ഞാനാണ് ഉത്തരവാദി. നമ്മൾ ഇന്നലെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയണമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ജനങ്ങളെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നത്. ജി സുധാകരന് സ്വന്തമായിട്ടൊന്നും നേടാനില്ല. ഞാനൊരു പൈസ ഉണ്ടാക്കിയില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥാനം വേണ്ടെന്ന് 2 തവണ പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ കണക്കിലെടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരാളോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്ഥാനമാനത്തിന് വേണ്ടി ഇല്ല. എന്നാൽ പാർട്ടി തന്നിട്ടുണ്ട്. അതെല്ലാം എങ്ങനെ കൈകാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, 2 തവണ സംസ്ഥാന സെക്രട്ടറി എടുത്താൽ ചെറിയ കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ ശ്രീ ജി സുധാകരൻ, ഇത്രയും നേരത്തെ സംഭാഷണത്തിനിടയിൽ ഞാൻ ഇങ്ങനെ പറയാം, ഈ സർക്കാരിനെക്കുറിച്ചോ പാർട്ടിയുടെ CPIMൻ്റെ കേരളത്തിലെ ഇപ്പോഴത്തെ നടപ്പ് രീതികളെക്കുറിച്ചോ ഒരു വിമർശനവും സഖാവിന് ഉന്നയിക്കാനില്ല? ഇല്ല, നിങ്ങളോട് ഉന്നയിക്കാനില്ല. ഉള്ളത് ഞാൻ ഉന്നയിക്കേണ്ടിടത്ത് ഉന്നയിക്കാനുണ്ട്. അത് ചോദിക്കേണ്ട കാര്യമില്ല, ഉണ്ടാവുമല്ലോ. ഏത് ഗവൺമെൻറ്റിനെ പറ്റിയും കുറേ വിമർശനം പാർട്ടിക്കാർക്ക് ഉണ്ടാവും. അല്ലെ പിന്നെ ഇത് പാർലമെൻറ്റ് ഡെമോക്രസി ആവുന്നത് എങ്ങനെ? ഉണ്ടാവുമല്ലോ, പല കാര്യവും ഉണ്ടാവുമല്ലോ. പക്ഷേ 2001 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ താങ്കളെ പിന്നിൽ നിന്ന് സഖാക്കൾ കുത്തിയെന്ന് സത്യമാണല്ലോ. കാര്യമുള്ളത്. സംശയം എന്താ? അതിന് സംശയം എന്താ? അത് പൊതുവേദിയിലായിരുന്നു ഉന്നയിക്കേണ്ടിയിരുന്നത്. പൊതുവേദിയിൽ ഉന്നയിക്കാൻ കാരണം അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് പഴയ കാര്യമല്ലേ. പൊതുവേദി ആദ്യമായിട്ടല്ല ഉന്നയിച്ചത്. നായനാരോട് ഉന്നയിച്ചാണല്ലോ സുധാകരനെ കാലുവാരിയതാണ് പൊതുയോഗത്തിൽ. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സമ്മേളനത്തിന് ശേഷം പാർട്ടി ഏരിയ കമ്മിറ്റി മുമ്പിൽ ഇവിടെ ഉള്ളവരെ വിശ്വസിക്കാൻ സുധാകരൻ നിന്നെ കാലുവാരിയില്ലെന്ന് എന്നെ നോക്കി പുള്ളി സംസാരിക്കല്ലേ. ഉടുപ്പിനുള്ളിൽ കടാര തിരികെ നടക്കുന്നവർ ഇവിടെ ഉണ്ടോ ഇപ്പോഴും? ഇവിടെ അതെല്ലായിടത്തും ഉണ്ടാവും. അത് രാഷ്ട്രീയമുള്ള കാലത്തോളം ഉണ്ടാവും. പക്ഷേ ആ പ്രവണത പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ ആയതിന് പിന്നിൽ താങ്കളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. എല്ലാവരും ആയപ്പോൾ എൻ്റെ പിന്തുണ എല്ലാവർക്കും ഇതുവരെ നടന്ന സമ്മേളനങ്ങളിൽ ഞാനിവിടെ 1975 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, അതായത് 1975 നവംബറിലാണ് എന്നോട് വരുന്നത്. ഞാൻ ജയിലിൽ നിന്നാണ് വന്നത്, സെൻട്രൽ ജയിലിൽ നിന്നാണ് വന്നത്. ഞാനും ബേബിയും ട്രിവാൻഡ്രം വിജയകുമാരെല്ലാം കൂടെ അടിയന്തരാവസ്ഥക്കെതിരെ അടിയന്തരാവസ്ഥയുടെ 7ാം ദിവസം 1975 ജൂലൈ 1-ാം തീയതി, ജൂൺ 25 അടിയന്തരാവസ്ഥ 1-ാം ദിവസം LLBയുടെ ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് പോകേണ്ട ഞാൻ ഹോൾ ടിക്കറ്റും പാക്കറ്റിലിട്ട് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി ജാഥ നടത്തി PMD ഓഫീസിൽ ഫൈനൽ ഇയർ ഫസ്റ്റ് പരീക്ഷ തുടങ്ങുകയാണ്. ആ ഹോൾ ടിക്കറ്റും എൻ്റെ പാക്കറ്റിൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിലോട്ടാണ് പോയി. SFIയുടെ അഖിലേന്ത്യാ പണിമുടക്ക് പങ്കെടുക്കാൻ റിപ്പോർട്ടൊക്കെ. ഞങ്ങളെ അറസ്റ്റ് അവിടെ ഇട്ട് തല്ലി, ലോകകപ്പിലിട്ട് തല്ലി, വാലിലിട്ട് തല്ലി, ജയിലിലിട്ട് തല്ലി. അവസാനം ഞങ്ങളെ ശിക്ഷിച്ച് സെൻട്രൽ ജയിലിൽ അടച്ചല്ലോ. അത് കഴിഞ്ഞ് ഞാൻ 75 നവംബറിലാണ് ആലപ്പുഴ വരുന്നത്. എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ SFIയുടെ ഭാരവാഹി സ്ഥാനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മാത്രം നിന്ന് ഇവിടുത്തെ എല്ലാം ഒഴിഞ്ഞ്. അപ്പോൾ അതിനുശേഷം ഇവിടെ ജില്ലാ സെക്രട്ടറിമാർ വന്നപ്പോഴെല്ലാം നമ്മുടെ ഒരു പങ്കാളിത്തം ഉണ്ട്. അതിൽ സ്വാഭാവികമല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇവിടെ ആ ചെറിയാനും അതുണ്ടാവും. ഒരു വിഭാഗീയതയുടെ ലക്ഷണങ്ങൾ പിന്നീട് ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ നാസറിനൊപ്പമാണ്, മറ്റൊരു വിഭാഗം സജി ചെറിയാൻ വിഭാഗമായി നിൽക്കുന്നു. നാസർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അയാളോടൊപ്പം അല്ല പിന്നെ ആരോടെ നിൽക്കുന്നത്? ജില്ലാ സെക്രട്ടറിയോ? അല്ല, ജില്ലാ സെക്രട്ടറി അല്ല, ജില്ലാ സെക്രട്ടറിയുടെ കൂടാണ് നിൽക്കേണ്ടത്. നിന്നില്ലെങ്കിലാണ് വിഭാഗീയത.
അല്ല മറുഭാഗം ഉണ്ടോ? മറുഭാഗം എങ്ങനെ? ജില്ലാ നേതൃത്വം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു ഭാഗമുണ്ടെങ്കിൽ അവർ ഈ പാർട്ടി കാണത്തില്ല. പാർട്ടിയാണത്. പാർട്ടി ഈസ് ഇൻഡിവിസിബിൾ. അത് വിഭജിക്കാനൊക്കെ ഒന്നല്ല. ഇറ്റ് ഈസ് സെൻട്രലി കോൺസെൻട്രേറ്റഡ്. കേന്ദ്രീകൃത ജനാധിപത്യമാണ്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ മാറുന്നിടം വരെ. അപ്പോൾ അതിനെതിരായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരൊന്നും എൻ്റെ മുമ്പിൽ എനിക്കറിയില്ല. എപ്പോഴും പാർട്ടി ജില്ലാ സെക്രട്ടറിമാരുടെ കൂടെ നിൽക്കും. സജി ചെറിയാനുമായിട്ട് പഴയ ആ ഒരു സജി ചെറിയാൻ ആരാ? അല്ലെങ്കിൽ സജി ചെറിയാൻ്റെ കാര്യം ചോദിക്കപ്പെടുത്ത ആളാരാ? ഞാൻ ചോദിച്ചത് അല്ല, ആരാന്ന് ചോദിക്കാൻ ചോദിക്കത്തക്ക പ്രാധാന്യം എന്തായാലും എന്നോട് ചോദിക്കത്തക്ക പോലെ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. അല്ല, താങ്കളുടെ പിന്തുണയിലാണല്ലോ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയി ആ രംഗത്തിരുന്നപ്പോൾ ഞാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അദ്ദേഹം ആ നിലയിൽ ജില്ലാ സെക്രട്ടറി അദ്ദേഹം മാറിയപ്പോഴാണല്ലോ പിന്നീട് പലരും ഇവിടെ വന്നത്. പിന്നെ ഇപ്പോൾ നാസർ വന്നു. അന്ന് സജി ചെറിയാൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അതെന്താ? ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അവിടെ സജി ചെറിയാൻ്റെ കാര്യമൊന്നും എന്നോട് ചോദിക്കണ്ട. ഈ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ സജീവമായ ഈ പ്രവർത്തനത്തിനിടെ നിരാശ തോന്നിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. സലാമുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അയാൾക്ക് എന്ത് പ്രാധാന്യമാണ് ഈ ചർച്ചയിൽ? നിങ്ങൾ ഇങ്ങനെ കുറച്ചുപോലെ പേര് ചോദിക്കുന്നത് എന്തിനാ? അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചാൽ അവർക്ക് വല്ല വിശദീകരണം ഒന്നും കാര്യമായി പരിഗണിക്കപ്പെട്ടില്ല. വേണ്ട, അത്രയല്ലേ ഉള്ളൂ. ഞാനുള്ള സത്യം പറഞ്ഞു. ഇനിയും പറയുക ആ സത്യം. രേഖകളെല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ അതൊന്നും ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വേദനിപ്പിച്ചോ ഞാൻ ചോദിച്ചത്? എന്തിനാ വേദനിപ്പിക്കുന്നത്? എന്തിനു വേദനിക്കണം? വേദനിക്കാനാണ് എന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നല്ലോ. ഒന്നുമില്ല. 11,200 വോട്ടിനാണ് ജയിച്ചത്, 1-2 വോട്ടിനല്ല. ഞാൻ 127 വോട്ടിന് ഇതേ മണ്ഡലത്തിൽ തോറ്റതാണ്. VSC മണ്ഡലത്തിൽ തോറ്റതാണ്. ചന്ദ്രാനന്ദൻ ഈ മണ്ഡലത്തിൽ തോറ്റതാണ്. ഞങ്ങളുടെ സീറ്റൊന്നും അല്ലായിരുന്നു. UDF മുൻകൈയുള്ള സീറ്റായിരുന്നു. ഞാനവിടെ MLA ആയ ശേഷം മാത്രമാണത് ലെഫ്റ്റിലോട്ട് കൂടുതലായിട്ട് വന്നത്. ഇതെല്ലാം കണക്കുകളാണ്. ഈ കണക്കൊക്കെ ഉണ്ട്. അല്ല, ഇതെല്ലാം മറ്റു കളികളുണ്ട്. എനിക്കറിയില്ല. കളിയും ചിരിയൊന്നും എനിക്കറിയില്ല. ഞാനുള്ള കാര്യമാണ്. കളികളുണ്ട്. ഇതെല്ലാം നീക്കിക്കോട്ടെ. എന്നിട്ട് എന്തുണ്ടായി? നീങ്ങിയിട്ട് അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, മത്സരരംഗത്തേക്ക് ഇനി വരുമോ? മത്സരരംഗത്തൊക്കെ പാർട്ടി തീരുമാനിച്ചല്ലോ. പിന്നെ എങ്ങനെ പറയുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ എൻ്റെ പേരൊന്നും ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു അവസരം വന്നാൽ താങ്കൾ വേണ്ടാന്ന് പറയുന്നില്ല? ഇല്ല, അതൊന്നും നമ്മളിപ്പോൾ ചിന്തിച്ച പ്രശ്നമല്ല. ഞാനൊരു അവസരവും കാത്തിരിക്കുന്നില്ല. അത് ഞാൻ സമ്മതിച്ചു. എനിക്ക് അതിനുവേണ്ടി കരുക്കൾ നീക്കുന്ന പരിപാടി പണ്ടും എനിക്ക്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ പാർട്ടി ആവശ്യപ്പെട്ടാൽ പാർട്ടി ആവശ്യപ്പെടുകയില്ലോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി ആവശ്യപ്പെട്ടാൽ ശ്രീജി സുധാകരൻ മത്സരിക്കും. നമ്മളിപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല. പാർട്ടി ഒന്നും ആവശ്യപ്പെട്ടില്ല. എന്തിനാണ് താങ്കൾ ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ. അല്ല, അപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ പാർട്ടി ആവശ്യപ്പെടാത്ത ഒരു കാര്യത്തെ പറ്റി ഞാൻ എന്തിനാ പറയുന്നത്? മത്സരിക്കാൻ വിമുഖത. മത്സരം മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം. അത് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ പാർട്ടി പരിപാടിയിൽ പോകണ്ട എന്നൊരു തീരുമാനം താങ്കൾ എടുത്തു. അങ്ങനെ പോലെ താങ്കൾക്കൊരു തീരുമാനം ഞാനല്ല, നിങ്ങളായാലും എടുക്കും. അങ്ങനെ ഒരു തീരുമാനം താങ്കൾക്ക് ഉണ്ടാകില്ലേ? പിണറായി സഖാവ് മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ച് സമാനതയില്ലാത്ത വികസന പ്രവർത്തനം ആ മണ്ഡലത്തിൽ നടത്തി. അതിൻ്റെ പേരിലാണ് ജനം വോട്ട് ചെയ്യുന്നത്. കൂടാതെ ഞാനവിടെ നിന്ന് പ്രവർത്തിച്ച 2 ടൗണിലെ മുനിസിപ്പൽ സൗത്തിൻ്റെ ഭാഗത്തും പുന്നപ്ര വടക്ക് പഞ്ചായത്തിലും 8,400 വോട്ട് ഭൂരിപക്ഷം. ആകെ 17,000 വരുന്നു. ബാക്കി 3 പഞ്ചായത്ത് 4 പഞ്ചായത്തിലും കൂടി പിന്നെയുള്ളത് 3,000-ഓളം വോട്ടേ ഉള്ളൂ. സ്ഥാനാർത്ഥിയുടെ സ്വന്തം പഞ്ചായത്തിലടക്കം. അറിഞ്ഞിരിക്കണം. പുറക്കാട് പഞ്ചായത്ത് ഭൂരിപക്ഷം ഇല്ല. ഒന്നും നമ്മുടെ നാടല്ല. മണ്ഡലമാണെന്നേ ഉള്ളൂ. അങ്ങനെ കയറ്റാ. ജി സുധാകരനെ പോലെ ഒരാളെ ഈ ഇത്തരം സ്ഥാനങ്ങളിൽ ഈ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, MP ആവും, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ താങ്കളെ പോലുള്ള സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അതിനോട് എതിര് നിൽക്കേണ്ട കാര്യമില്ല. ആരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ? പൊതുസമൂഹം ആഗ്രഹിക്കുന്നു. അറിയില്ല. പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം പാർട്ടിക്കകത്ത് അതുപോലെ അല്ലല്ലോ വരുന്നത്. പാർട്ടി പ്രവർത്തകരല്ലേ അഭിപ്രായം. താങ്കൾ കഥകടച്ചിരിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. പാർട്ടി ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇതേപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞത് അതുകൊണ്ട് ശരിയാവില്ല. അത് വെറുതെ ഒരു വാർത്ത സൃഷ്ടിക്കാനാണ്. ഈ ഇൻ്റർവ്യൂ മൊത്തം അതിൻ്റെ പേരിലായിട്ട് അങ്ങ് മാറും. വേണ്ട. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുന്നതിന് നിലവിൽ തടസ്സമൊന്നുമില്ല. ഒരിക്കലും തടസ്സം ഉണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാവാനും പോകണില്ല. 1987 പിന്നെ എന്തായിരുന്നു സഖാവ് തടസ്സം? ഇപ്പോൾ KR ഗൗരിയമ്മ ആയില്ല. 96 ഗോപാലൻ. അല്ല, തടസ്സമൊന്നുമില്ല. കമ്മിറ്റി തീരുമാനിച്ച നായനാരെയാണ്. അത് ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചു? ഓരോ മെമ്പറും തീരുമാനിച്ചാണ്. 87 കാര്യത്തിൽ പിന്നീട് പ്രകാശ് കാരാട്ട് പറഞ്ഞത് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നതിനെ അങ്ങനെ കരുതിയിട്ടേ ഇല്ല എന്നാണ്. പക്ഷെ അന്നത്തെ മുദ്രാവാക്യം അറിയാമല്ലോ, കേരം തിങ്ങും ഗൗരി ഭരിക്കട്ടെ. അങ്ങനെ കരുതിയിട്ടേ ഇല്ല എന്നുള്ളത് സെൻട്രൽ കമ്മിറ്റി കരുതിയിട്ടില്ലെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അതല്ലേ അറിയൂ. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്ന പേര് ഗൗരിയമ്മയുടെ പേരേ വന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. അവിടെ ഗൗരിയമ്മ യോഗ്യതയല്ലെന്നാണോ? അല്ലല്ലോ. യോഗ്യതയുള്ള എത്രയോ പേരുണ്ടാവും. നായനാർ വളരെ സീനിയറല്ലേ.
പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ. പോളിറ്റ് ബ്യൂറോ മെമ്പറില്ലാത്ത ആരും കേരളത്തിൽ മുഖ്യമന്ത്രിയായ ചരിത്രമില്ല, അറിഞ്ഞിരിക്കണം. പോളിറ്റ് ബ്യൂറോ മെമ്പറില്ലാത്ത ഒരാളും മുഖ്യമന്ത്രിയായിട്ടില്ല ഇതുവരെ. മുഖ്യമന്ത്രി പറഞ്ഞാൽ കുട്ടികളിയാ കടുത്ത രാഷ്ട്രീയമായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ഒരു വെടിവെപ്പുണ്ടാകുമ്പോൾ കുത്തിയിരുന്ന് കരഞ്ഞ് അയ്യോ നിലവിളിക്കുന്നവരൊക്കെ മുഖ്യമന്ത്രിയാൻ പറ്റുമോ? കുട്ടികളിയാ മുഖ്യമന്ത്രി സ്ഥാനം. സഖാവ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? താങ്കൾ കൈകാര്യം ചെയ്ത വകുപ്പ് കൈകാര്യം യുവമന്ത്രിയാണ്. ഞാൻ ചോദിക്കുക, താങ്കൾ കൈകാര്യം ചെയ്യും താങ്കൾ മുൻപ് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ വേണ്ട രീതിയിൽ ഓർമ്മിക്കാത്ത ആളുകളെ കുറിച്ച് താങ്കൾ എന്നൊന്നും ഞാൻ അയാളെ പറ്റി പറഞ്ഞില്ല. അല്ല, അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞില്ല. വികസന ചരിത്രത്തെ മറക്കുന്ന ഒരു പ്രവണത കാണുന്നു. അതുകൊണ്ട് ഞാൻ ആലപ്പുഴയിലെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആലപ്പുഴ കാണുന്ന കാര്യം. ആലപ്പുഴയിൽ ആരാണെന്ന് പാലം ഉദ്ഘാടനം ചെയ്യുന്ന മറ്റു ജില്ലയിൽ ഞാൻ പോയിട്ടില്ല. ഇവിടെ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഒരു പാലം മാത്രമേ ഉള്ളൂ, ഒരുപാട് ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അന്ന് വാർത്തകൾ വന്നത് താങ്കൾ മുഹമ്മദ് റിയാസിനെതിരെയാണ് പറഞ്ഞതെന്നായിരുന്നു. അത് നിങ്ങളെല്ലാം ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പിണറായി വിജയനെതിരെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. MD വാസു എന്നവർക്കെതിരെ പറയുന്നു. നിങ്ങൾക്ക് എന്താ പറ? ഞാൻ ആർക്കും എതിരെ ഒന്നും പറയുന്നില്ല. പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസിനെ കുറിച്ച് അഭിപ്രായം താങ്കൾ പറഞ്ഞില്ല. എങ്ങനെ? അതായത് താങ്കൾ കൈകാര്യം ചെയ്ത വകുപ്പ് ഒരു യുവമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഒരു മിനിസ്റ്റർ ആയപ്പോൾ തന്നെ അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. ഞാനപ്പം ആയുർവേദ ഹോസ്പിറ്റലിലാണ് കാത്തി, അവിടെ വന്നു സംസാരിച്ചു. അദ്ദേഹം വളരെ ശുഭപ്രതീക്ഷയോട് അഭിപ്രായങ്ങളും പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ വന്നിട്ടാണല്ലോ പോയത്. പിന്നെ ഒന്ന് രണ്ട് തവണ കണ്ടു. ഇവിടെ ശവക്കോട്ടപ്പാടത്തിനടുത്ത് ആ പാലം ഞാൻ പുതുക്കി പണിഞ്ഞായിരുന്നു. അതിൻ്റെ ഏകദേശം മുക്കാൽ പങ്ങായപ്പോൾ ഗവൺമെൻറ് മാറി. അത് ഉദ്ഘാടനം ചെയ്തപ്പം അയാൾ വിശദമായിട്ട് പറഞ്ഞല്ലോ, ജിസുഖാൻ്റെ കാലത്ത് തുടങ്ങി. അയാൾ പലയിടത്തും പറയുന്നുണ്ട്, പല സ്ഥലത്തും പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞു. ഇതിങ്ങനെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളത് അല്ലിപ്പറ. അതൊരു ഒരു സമീപനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വരുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പുതിയ കാര്യം പറയുന്നത് ഞങ്ങൾ. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. അത് പലർക്കും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ശരി, കേരള രാഷ്ട്രീയത്തിൽ സഖാവ് ഏറ്റവും അധികം ഇപ്പോൾ സൂക്ഷ്മതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്കറിയാം, ഈ വിഷയങ്ങളിലൊക്കെ VS അച്യുതാനന്ദൻ സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നിലപാടും സമീപനവും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ലീഗിന് ഇടതുപക്ഷത്തിന് ഇടമുണ്ടോ? മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്ത് കൊണ്ടുവരണമെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കാതെ കൊണ്ടുവരാനില്ല. അല്ലെ സ്പെഷ്യൽ പ്രീമിയം ചാരിറ്റി വരും, അല്ലെങ്കിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ച് അവരോട് പങ്കെടുത്തിട്ട് അവർ വന്ന് അനുവദിക്കണം. അല്ല, അതിനു മുമ്പ് അത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു യാതൊരു നീക്കവും പാർട്ടിക്കകത്തില്ല. പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ അഭിപ്രായമാണ്. ലീഗ് കൂടി ഇടത് പാളയത്തിലേക്ക് വന്നാൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കുറച്ചുകൂടി ശക്തിപ്പെടുത്താം എന്നുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം അതിന് കൊടുക്കുക. അതേസമയം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച പ്രകടനത്തിൽ 3ാം തവണയും വരാനുള്ള ഒരു സാഹചര്യം, ഇങ്ങനെ പല പല രാഷ്ട്രീയ എന്നല്ല ഞാൻ പറഞ്ഞ, അങ്ങനെ ഒരു പല കണക്കുകൂട്ടലുകൾ അവരെല്ലാണല്ലോ ഇപ്പോൾ വന്നത്. അതെ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അവരുടെ ഒരു ആവശ്യം ഉണ്ടോ? അല്ല, അവരപ്പുറത്തുണ്ടായിട്ട് ഞങ്ങൾ 100 സീറ്റ് പിടിച്ചെങ്ങനെ? അവിടെ സീറ്റ് 24 നിന്ന് 12-13 ചുരുങ്ങിയില്ലേ? 13 ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പം 24-25 എല്ലായിരുന്നു കേട്ടോ. അതങ്ങോട്ട് പോയ സീറ്റല്ലേ? 20 സീറ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ തിരുവിതാംകൂർ സീറ്റേ ഇല്ലല്ലോ. അതെ. അപ്പോൾ അതൊക്കെ അവർ പരിശോധിക്കട്ടെ. ഇങ്ങനെ ഏത് മുന്നണിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, അതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. അധികാരത്തിൽ എപ്പോൾ വരാമെന്നുള്ളതല്ല, പ്രവർത്തിച്ച് അധികാരത്തിൽ വരിക. ലീഗ് ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് വരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്ന് പാർട്ടി ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ ചോദിക്കണുണ്ടോ? അല്ല, പാർട്ടി പറഞ്ഞില്ല. പാർട്ടിയല്ല, CPM സ്റ്റേറ്റ് കമ്മിറ്റി അത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ സാഹചര്യം ഉണ്ടെന്ന്. എവിടെ പറഞ്ഞു? ഇതൊരു വ്യക്തിക്ക് എന്ത് കാര്യം ഇതൊക്കെ പറയാൻ? പാർട്ടി പറഞ്ഞാൽ എനിക്ക് പറയാം. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയോ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അത് പറയുകയോ ചെയ്യാത്ത കാലത്തോളം, സ്റ്റേറ്റ് കമ്മിറ്റിയെ പോലെ കേന്ദ്ര കമ്മിറ്റിയുടെ സാങ്ഷൻ വേണം ഇതിനൊക്കെ. അങ്ങനെ ഒരു പാർട്ടിയായത്. അപ്പോൾ അതേപ്പറ്റി ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഉറക്കം കളയുന്ന എന്തിനാ? ഈ സർക്കാരിന് ഇനിയിപ്പോൾ വീണ്ടും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഈ സർക്കാർ അല്ലെങ്കിൽ പാർട്ടി ഈ കേരളത്തിൽ തിരുത്തേണ്ടതായ എന്തെങ്കിലും ഉണ്ട് എന്ന് അഭിപ്രായം താങ്കൾക്കും? ഞങ്ങൾ എന്നും തിരുത്തണമല്ലോ പല കാര്യങ്ങളും. ഭൂഷ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എല്ലാ കാലത്തും പല അപജയങ്ങളും ഉണ്ടാവും. അതെപ്പോഴും ഉണ്ടാവും. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ തിരുത്തിക്കൊണ്ടേയിരിക്കണം. അതിനുള്ള രേഖകളൊക്കെ ഉണ്ട്, അനുഭവങ്ങളുണ്ട്. നമ്മൾ തിരുത്തിക്കൊണ്ടേയിരിക്കണം. എന്താണ് ഭാവി പരിപാടിയെക്കുറിച്ചുള്ള താങ്കളുടെ ആലോചന? എൻ്റെ ഭാവി പരിപാടി ഞാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ഇഷ്ടംപോലെ ഇരിക്കപ്പെടുത്തിയില്ല, ഇഷ്ടംപോലെ പരിപാടികളുണ്ട്, പൊതുവേദികൾ എല്ലാ ദിവസവും ഉണ്ട്. എന്നിപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ഇല്ലേ? ഇന്ന് വരാനുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ സമരം ഉണ്ടാകും. അവിടെ വെച്ചാണ് ഈ MD വാസു എന്നായിരുന്നൊന്നും പറയണ്ടെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്ന ആളുകൾ അത് പത്രപ്രവർത്തകർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ മനം മാറിക്കണം.
പിന്നെ അവരതിൻ്റെ രൂക്ഷത ഞാൻ കുറച്ചു. വാർത്തയുടെ മാതൃഭൂമിയാണ് ഏറ്റവും കറക്റ്റായിട്ട് അത് കൊടുത്തത്. MD വാസുദേവൻ ഏറ്റവും കറക്റ്റായിട്ടാണ് കൊടുത്തത്. അത് ടെലിവിഷൻ ടെലിവിഷൻ ഈ ടെലിവിഷൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കൊടുത്തു. പിന്നെ ഈ ദേശാഭിമാനി ഒന്നും കൊടുത്തില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞതെന്ന് കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള പത്രം ദേശാഭിമാനിയല്ലേ? ഒരു വരി കൊടുത്തോ? ഞാൻ എന്താണോ പറഞ്ഞത് അത് കൊടുത്തില്ലല്ലോ. ആ ചിത്രം ഒരു കൊടുത്തില്ലല്ലോ. ഈ ജില്ലയിലെ എത്രയാണ് 800-ഓളം വരുന്ന എയ്ഡഡ് സ്കൂൾ മാനേജർമാർ വലിയൊരു പങ്ക് ഇടതുപക്ഷക്കാരാണ്. അവരെന്ത് വിചാരിക്കും? ദേശാഭിമാനി കൊടുത്തില്ലല്ലോ. ആ ബ്യൂറോ പറ, ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ പത്രം വളർത്തണമെന്നാണോ ആ ബ്യൂറോയുടെ ആഗ്രഹം? നേരത്തെ അറിയാനല്ല, അതല്ല ഞങ്ങളുടെ നയം. അപ്പോൾ വളർത്താൻ ഏൽപ്പിച്ചവർ വളർത്തുകയല്ല ചിലർ. ഇത്തരം കരടുകൾ എല്ലായിടത്തും കയറി ഇരിപ്പുണ്ട്. അതൊക്കെ തിരുത്തണം. അതൊക്കെയാണ് തിരുത്തേണ്ട കാര്യം. ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ദേശാഭിമാനിയുടെ സർക്കുലേഷൻ കണ്ണൂരിനൊപ്പമായി. ചിന്തയുടെ സർക്കുലേഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതലായി. രേഖയുണ്ട് ഇതിനൊക്കെ. പിണറായി വിജയൻ സഖാവിൻ്റെ കേരള ജാഥ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആളെ പങ്കെടുപ്പിച്ചത് ആലപ്പുഴയിൽ. പിണറായിയുടെ തന്നെ സർക്കുലർ വന്നു. 10 ദിവസം കലക്ട്രേറ്റ് പിക്കറ്റിംഗ് ഉണ്ടായിരുന്നു. 10 ദിവസം തുടർച്ചയായി കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ആളെ പറഞ്ഞു ആലപ്പുഴ കലക്ട്രേറ്റ്. ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്. നമ്മൾ ഒരു കാര്യത്തിലും വീഴ്ച കാണിക്കത്തില്ല. മുഴുവൻ സഖാക്കളെ യോജിപ്പിക്കും. ഒക്കെ ആൾക്കാർക്കറിയാം. ഞാൻ പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ലല്ലോ. ഒരു വിഭാഗീയ പ്രവർത്തനമില്ലല്ലോ. അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ലാത്തത് നടക്കുമ്പോൾ അവർ തിരുത്താൻ വേണ്ടിയാണ്. പേരെടുത്ത് ഞാൻ പറയത്തുമില്ല. അപ്പോൾ സഖാവെ, സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം പാർട്ടി തന്നാൽ അത് നിഷേധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നു. അതെന്തായാലും നോക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.